എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നെന്ന് വെച്ചാൽ ഒരുപാട് വിശേഷങ്ങൾ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അപ്പോൾ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി, പിന്നെ ഞങ്ങൾ ഇന്നിപ്പോൾ അമ്മയുണ്ട്, അമ്മ ഞങ്ങളൊക്കെ അമ്മയും ഞാനൊക്കെ ഇന്ന് അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി, ചെറിയ പർച്ചേസൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഉള്ള കുറച്ച് വിശേഷങ്ങൾ ആ വാങ്ങിക്കൊണ്ടുവന്ന് ഇതൊക്കെ എന്ന് നമുക്ക് അൺബോക്സിങ്, വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ തന്നെയാണ്, പാത്രങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മളെ മല്ലി മുളക് അത് ഉണക്കാനുള്ളത്, നല്ല വെയിലുള്ളതുകൊണ്ട് വേഗം ഉണങ്ങും. അപ്പോൾ 2,250 വെച്ചിട്ടാണ് വാങ്ങിയത്. അതിവിടെ പുറത്തിട്ടിട്ട് പോട്ടെ, ഏകദേശം പൊടിക്കാനൊക്കെ ആയിട്ടുണ്ടത്. പിന്നിപ്പോൾ കാവലിനിതാ പൂച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങാടിയിലൊക്കെ ഒന്ന് പോകണം. അങ്ങാടിയിൽ പോയി വരാൻ നല്ല വെയിലാണ്. നേരെ ഇപ്പോൾ 2 മണി, നല്ല ഒരു വെയിലാണ്. അപ്പോൾ അതിലൊക്കെ ഒന്ന് പോയി വരട്ടെ, അമ്മയുണ്ടെന്ന്. അപ്പോൾ എല്ലാ മാസവും ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കലുണ്ട് അമ്മയ്ക്ക്, അതായത് ക്ലിനിക്കിൽ പോയിട്ട്. അപ്പോൾ അതിനു വേണ്ടി പോവാണ് ഇപ്പം ഇന്ന്. അത് പതിവായിട്ടുള്ള തന്നെയാണ്, എല്ലാ മാസത്തിലുള്ള സാധാരണ പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ 1-2 പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ. ഉച്ചയ്ക്ക് ശേഷമാണ്. നമ്മൾ പൂച്ചതാ വണ്ടി കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഞങ്ങളിപ്പം വണ്ടിയിൽ കയറലുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ കൊണ്ടുപോകില്ല. ഏതായാലും ഞങ്ങളുടെ വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പോട്ടെ. ഇനിയിപ്പോൾ നേരെ ഡോക്ടറെ കണ്ട് വന്നിട്ട് ഇത് വേണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവാൻ. നല്ല ഗ്രം വെയില. അപ്പോൾ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വരികയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് എന്തായാലും നല്ല ചൂടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കരിമ്പ് ജ്യൂസ് തന്നെ ആവാം വിചാരിച്ചു. ഇതിപ്പോൾ മഞ്ചേരി വൈപ്പാറപ്പടി എന്ന് പറഞ്ഞ സ്ഥലം, നമ്മളെ അരികിഴായ അമ്പലത്തിലേക്കൊക്കെ പോകുന്ന റോഡിൻ്റെ ആ ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ. റോഡ് സൈഡ് തന്നെയാണ്. അപ്പം അമ്മയ്ക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചോളി. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ സൈഡാക്കി നിർത്തിയിട്ടിട്ട് കരിമ്പ് ജ്യൂസ് അത് കുടിക്കണം. ഇതിപ്പോൾ നമ്മുടെ നാട് തന്നെയാണ്, മഞ്ചേരി തന്നെയാണ്, വൈപ്പാറപ്പടി. പക്ഷെ എന്നാലും ചില വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇനിയിപ്പോൾ സമയമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഒന്ന് കുടിച്ച് പോകുന്നു. പിന്നെ കരിമ്പിനെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിപ്പോൾ കിട്ടില്ലല്ലോ. മറ്റ് മുന്തിരി അതുപോലുള്ള മറ്റ്
ജ്യൂസൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ റോഡ് സൈഡിലുള്ള ഇങ്ങനെ കടയിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് കുടിച്ച് പോവാം. പിന്നെ അമ്മയ്ക്കും അതെ, ഇടയ്ക്കൊരു കരിമ്പ് ജ്യൂസ് കുടിക്കണം എന്നുള്ളതാണ്, ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. ഞങ്ങൾ നേരെ പോട്ടെ. നല്ല ഫ്രഷ് ചൂട് പഴംപൊരി വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം. ഇവിടെ പിന്നെ കരിമ്പ് ജ്യൂസ് തന്നെയാണ് റോഡ് സൈഡിൽ. അപ്പോൾ അതിൽ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഏതായാലും പിന്നെ അങ്ങാടിയിൽ നിന്ന് 2 പഴംപൊരി, ചൂട് പഴംപൊരി വാങ്ങിയത്. അത് പിന്നെ അവിടുന്ന് കഴിക്കാതെ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. പിന്നെ വണ്ടിയിലിരുന്ന് കഴിക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഏതായാലും കഴിക്കുകയാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ പോകുമ്പോഴേ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് കൂടുതലും അങ്ങനെ അപ്പോഴേ വാങ്ങലുള്ളൂ. അല്ലെങ്കിലൊക്കെ പിന്നെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇങ്ങനെ പോകുമ്പോൾ രസമാണ് അതിങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വന്ന് കഴിക്കുന്നത്. നല്ല വലിപ്പമുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ടൗണിലൊക്കെ പോയി വന്നു. അപ്പോൾ ചെറിയൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. കുറച്ച് ഒന്നത് പ്രധാനപ്പെട്ട വീട്ടിലേക്ക് വേണ്ടത് തന്നെയാണ് നമ്മൾ. അപ്പോൾ ആ പർച്ചേസ് ചെയ്ത് അടുക്കളയ്ക്ക് വേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം ഇനി. ഇതിപ്പോൾ 2 ഷൂ വാങ്ങിയത്. ഇതവിടെ നിൽക്കട്ടെ. പിന്നെ 2 ചെരുപ്പ്, ഇതും അവിടെ നിൽക്കട്ടെ. ഇതല്ലേ കണ്ടോ, നമ്മളെ നോൺ സ്റ്റിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മളെ നമുക്ക് അടുത്തത് ഇതാ. കുക്കർ. ഇതിൻ്റെ വാറണ്ടി എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് കറണ്ടിനും അതുപോലെ ഗ്യാസിനും പോകുന്നത് തന്നെയാണ്. ഇതിപ്പോൾ 6 വർഷം വാറണ്ടി ഉണ്ട്.
ഏത് ഇൻഡക്ഷനും ഗ്യാസിനും പറ്റുന്നതാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. നമ്മൾ ചപ്പാത്തികളിലാണ്. ആദ്യം ഉണ്ടായിരുന്നത് കേട് വന്നു. അപ്പോൾ അത് ഈ വാങ്ങിയത്. ഇതിനിപ്പോൾ ഞാൻ സാധാരണ ഇടാൻ വേണ്ടി വാങ്ങിച്ച ചെരുപ്പ്. പൊതുവെ ഞാൻ ഇങ്ങനത്തെ ചെരുപ്പ് വാങ്ങല് ഇതൊക്കെ ഒരു 150ൻ്റെ താഴെ വരുന്ന ചെരുപ്പാണ്. പിന്നെ ഷൂ ആണല്ലേ. അതായത് അധികം റേറ്റ് ഇല്ലാത്തൊരു പർച്ചേസാണ്. ഇപ്പോൾ പൊതുവെ അങ്ങനെയാണ് ഞാൻ അധികം വിലയില്ലാത്ത ഇത് അങ്ങനെ വാങ്ങി അങ്ങനെ പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 2 മണ്ണിൻ്റെ ഒരു ചെറിയൊരു പാത്രവും നമ്മളൊരു കുട്ടിച്ചെമ്പ് പിന്നെ ഒരു നമ്മുടെ സാധാരണ ചട്ടി നമ്മൾ അത് താളിക്കാനും ഇതിനൊക്കെ പറ്റും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചത് മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചില്ലേ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ അതായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവരെടുത്ത് നിന്ന് വാങ്ങിയതാണിത് ഈ 2 പാത്രം. ഞാൻ അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ പോയതല്ല. അപ്പോൾ അമ്മ പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു ചെറിയൊരു കുട്ടിച്ചട്ടി വേണമെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ആ കറിയിക്കുന്ന കുറച്ച് വലുപ്പമുള്ളൊരു ചട്ടി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അതിൻ്റെ ഒരു ചെറുത്. അപ്പോൾ അതൊന്ന് വാങ്ങി. അപ്പോൾ അവിടെ പോയപ്പോൾ അവരെടുത്ത് തന്നെ നേരിട്ട് വാങ്ങി. അപ്പോൾ നമ്മൾ പുതിയ ചപ്പാത്തി ചൂടുന്ന പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് ഉദ്ഘാടനം കഴിക്കാം. ഇപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ചപ്പാത്തി ഒക്കെ അതിലുണ്ടാക്കി. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കുക്കർ, ചെറിയ കുക്കർ, അതിൽ നമുക്ക് കടലക്കറി. അപ്പോൾ 2 പാത്രം ഒന്ന് തുടക്കത്തിൽ തന്നെ ഒന്ന് ഉദ്ഘാടനം കഴിച്ചു നമ്മൾ. അപ്പോൾ ഇതിൽ കണ്ട ഇതിൽ പാകമാണ്. ഞങ്ങൾക്ക് രാവിലേക്ക് ചായക്കുള്ള ആ ഒരു പലഹാരത്തിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. അല്ലാതെ തന്നെ പറ്റും, ഉച്ചയ്ക്കുള്ള അതിനൊക്കെ പറ്റും. അതിന് ആ ഒരു അളവിൽ അതിന് 2 ലിറ്ററിന് ഞങ്ങൾക്ക് പാകമാണ്. അധികം ആളില്ലാത്ത വീട്ടിലൊക്കെ പറ്റും. അല്ലെങ്കിൽ ചെറിയ കറികൾ ഉണ്ടാക്കാനൊക്കെ, കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനും പറ്റും. അപ്പോൾ ചപ്പാത്തി കടലക്കറി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ച് നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.